ദാ ഇവിടെ തുടക്കമാകുന്നു BJPയുടെ പ്രചാരണത്തിന്. അയോധ്യയിൽ ഒരു കംപ്ലീറ്റ് മോദി ഷോ. കാറിലിരുന്ന് കൈവീശി ഇരു കൈയും കൂപ്പി മോദി മുന്നോട്ട് നീങ്ങുമ്പോൾ വശങ്ങളിൽ പുഷ്പവൃഷ്ടിയുമായി കാത്തുനിന്ന ജനമനസ്സുകളിലേക്ക് ആ മന്ത്രം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കപ്പെട്ടു. തീസ്രി ബാർ മോദി സർക്കാർ. അയോധ്യയിലേക്ക് കണ്ണുനട്ടിരുന്ന രാജ്യം സാക്ഷിയായത് അതിവർണാഭമായ ചടങ്ങുകൾക്കും. വരാനിരിക്കുന്ന 4 മാസത്തെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള 4 മണിക്കൂറുകളാണ് കടന്നുപോയത്. 2 വട്ടം പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട മോദിയെ മോദിയാക്കിയെടുത്ത പ്രധാന ഏടുകളിലൊന്ന് അയോധ്യ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3ാം വട്ടമെന്ന് ഉറപ്പിച്ച് 2024 തിരിയുമ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും നില ഭദ്രമാക്കി അജയനായി മോദി നീങ്ങി തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണായുധത്തിലെ വീതികളിലൂടെ. വിമാനത്താവളത്തിൽ നിന്ന് ദേശീയപാത 24 രാംപഥും ധരംപഥും ലതാ മങ്കേഷ്കർ ചൗക്കുമെല്ലാം പിന്നിട്ട് 17 കിലോമീറ്റർ നീണ്ടുനിന്ന റോഡ് ഷോ. ജയ് മോദി ജയ് ശ്രീറാം വിളികളുമായി തിങ്ങി നിറഞ്ഞ് ജനം. പ്രധാനമന്ത്രിയുടെ അയോധ്യ സന്ദർശന ദിനവും പ്രതിപക്ഷ വിമർശനത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല. BJP രാമനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക കൂടി മാത്രമേ ബാക്കിയുള്ളൂവെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട്. എന്നാൽ യാതൊരു കൂസലുമില്ലാതെ മോദിയുടെ ഉറപ്പിൽ ഊന്നിയുള്ള വികസനത്തെയും വിശ്വാസത്തെയും പാരമ്പര്യത്തെയും ചേർത്തുപിടിച്ച പ്രസംഗവും ജനത്തെ പുളകം കൊള്ളിച്ചു. पूरी दुनिया उत्सुकता के साथ 22 जनवरी के ऐतिहासिक क्षण का इंतजार कर रही है. അയോധ്യ കേസിലെ ഹർജിക്കാരൻ കൂടെ ഇക്ബാൽ അൻസാരി പ്രധാനമന്ത്രിയെ പൂവിട്ട് സ്വീകരിച്ചു. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാവരെയും സ്വീകരിക്കുമെന്ന് അൻസാരിയും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.